ആ യാത്ര അവിടുന്ന് തുടങ്ങി. ആ മക്ക വിട്ടും മദീനയിലേക്ക് ആ പാതിരാത്രി സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമൊത്ത് ജന്മനാട് വിട്ട് അക്രമികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോഴോ, പ്രിയമുള്ള സഹോദരങ്ങളെ അറിയണം, നമ്മൾ അവിടെയാണ് മദീന മറ്റൊരു ഹലീമയായി പരിവർത്തനം സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ പോയിന്റ് വരുന്നത്. ഹബീബായ നബി തങ്ങൾ ജന്മം കൊടുത്ത പരിശുദ്ധമായ മക്ക, ആ മക്ക വിട്ട് അക്രമങ്ങൾ സഹിക്കവയ്യാതെ മദീനയിലേക്ക് പോകുമ്പോഴോ ആ പുന്നാരനിടങ്ങളെ, ആ ലോകത്തിന്റെ പ്രകാശത്തിനെ മദീന ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുകയാണ്. മദീന ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുകയാണ്. സ്വന്തം ജന്മനാട് ആക്രമിച്ചു, സ്വന്തം ജന്മനാട് അടിച്ചു, സ്വന്തം ജന്മനാട് ഉപദ്രവിച്ചു. എല്ലാം വിട്ടിട്ട് മദീന എന്ന മറ്റൊരു പ്രദേശയിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ മദീന ആ നേതാവിനെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുകയാണ്. البدر علينا من ثنيات البدر واجب شكر علينا ما دعا لله دار. أنت شمس أنت بدر أنت نور فوق نور أنت إكسير وغالي أنت مصباح الصدور. يا نبي سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. താരഗണമിൽ വന്നുദിച്ചൊരു ചന്ദ്രനോ നബി തിങ്കളെ, താമക പ്രഭു വിധുവിനെയും വെല്ലുന്ന വെൺതിങ്കളെ. ചൊല്ല് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മദീനയുടെ രാജാവായി ഇന്നും അവിടെ കിടക്കുകയാ. മക്ക എന്ന പ്രദേശം പുന്നാര നബിതങ്ങളെ അട്ടി ഓടിച്ചപ്പോ മദീനയിലെ വിശ്വാസികൾ സ്വീകരിച്ചു. ആ നബിതങ്ങളെ ഏറ്റെടുത്തു. പുന്നാര നബിതങ്ങളെ പോലെ എല്ലാ സൗകര്യങ്ങളും ആ മദീനയിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കടന്നുപോയ സഹാബാക്കൾക്കും ഒരുക്കി കൊടുത്തു. മദീനയിലെ സഹാബാക്കൾ പുന്നാര നബിതങ്ങൾ വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോ തന്നെ ദിവസങ്ങളായി പ്രതീക്ഷിച്ചിരിക്കുന്നു നേതാവിനെ, ദിവസങ്ങളായി കാത്തിരിക്കുന്നു അവരാ നേതാവിനെ. കാത്തിരുന്ന ചന്ദ്രൻ അവിടെ ഉദയം ചെയ്തപ്പോ അവര് പാട്ടുപാടി സ്വീകരിച്ചു. നബിയെ, ഈ കാണുന്ന ചന്ദ്രനേക്കാള് സൂര്യനേക്കാള് അതിനേക്കാളും എല്ലാം വലിയ പ്രകാശത്തിന്റെ ഉടമയെ മുഹമ്മദ് മുസ്തഫ. ഞങ്ങളുടെ നാട്ടിലതാ സൂര്യനുദിച്ചു, അല്ല ചന്ദ്രനുദിച്ചു, അല്ല അതിനും നേരെ ഏതോ ഒരു പ്രകാശം ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞിരു കരങ്ങളും നീട്ടി ആ മദീനയിലെ വിശ്വാസികൾ ഏറ്റെടുത്തു ആ നേതാവിനെ. പോരാ, അവര് ചെയ്തു കൊടുത്ത സഹായങ്ങൾ ചെറുതല്ല. 2 ഭാര്യമാരുണ്ടായിരുന്ന മദീനയിലെ സഹാബത്ത് ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ട് കടന്നു വന്ന മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചു വന്ന സഹാബത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. അത്രയും വലിയ ത്യാഗം ചെയ്ത് ഹബീബിനെ പ്രണയിച്ച് ഏറ്റെടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഹബീബായ നബി തങ്ങളെ മദീന ഏറ്റെടുത്തപ്പോ ഇത്രയും വലിയ